ഹായ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറി പുലാവ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ മാരിനേഷൻ. സോ ഒരു ചട്ടി എടുക്കുക, അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അച്ചാറി മസാല എന്നിട്ടിട്ട് നമ്മളതിൽ ചിക്കൻ അതിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന 2 കപ്പ് ബസ്മതി അരി നമ്മളൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ആ സമയം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിൽ ഒരു 2 onions, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുക. അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ, സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരു 3 ബിഗ് ചില്ലീസ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് നല്ല വഴച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണീനെ പോലെയല്ല കേട്ടോ, ഇവിടുത്തെ പുലാവൊക്കെ വലിയ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് നമ്മളെ നാട്ടിലത്തെ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ വഴറ്റിച്ച് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളെ മസാല തേച്ച് വെച്ച ചിക്കൻ അതിലിട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നല്ല ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് ഹൈയിൽ വെച്ച് ചെയ്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുന്ന സമയത്ത്, വഴറ്റി കഴിഞ്ഞതിന് ശേഷം സമയത്ത് ഒരു 1.5 ബിഗ് ടൊമാറ്റോസ് നമ്മൾ പ്യൂരി ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മളൊന്ന് കുറച്ച് നേരം വഴറ്റി കൊടുത്തതിന് ശേഷം തൈര് യൂസ് ചെയ്യുക. തൈര് ഒരു കപ്പ് തൈരാണ്, അപ്പോൾ അതിൽ അളവ് കണ്ടില്ലേ, 1 കപ്പ് തൈര് ആഡ് ചെയ്യുക. അതിൽ 1 kg ചിക്കനാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ്ലി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിൽ ഒരു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരിയുടെ കണക്കിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് എൻ്റെ മമ്മി പറഞ്ഞത്. അങ്ങനെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കുതിർത്തി വെച്ച അരിയില്ലേ, അത് നമ്മൾ നന്നായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കുക്കിംഗ് വീഡിയോയിൽ വോയിസ് ഓവർ കുറച്ച് ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു എനിക്ക്. ഇറ്റ്സ് മൈ ഫസ്റ്റ് വീഡിയോ ആണ് കുക്കിങ്ങിൽ അല്ലാതെ പറയുന്നതുകൊണ്ട് ദർ ഈസ് എനി മിസ്റ്റേക്സ് പ്ലീസ് കൺസിഡർ ഗൈസ്. അങ്ങനെ നമ്മളത് വെന്തു. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വെള്ളം വറ്റിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് വേവിച്ചാൽ മതി. ഒരുപാട് വെന്ത് പോവരുത്, ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ ദിസ് ഇസ് മൈ അച്ചാറി പുലാവ്.